പ്രിയപ്പെട്ട കായിക താരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈജു ചെറിയാൻ, ജൂഡോ കോച്ച് ആൻഡ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. കായിക താരങ്ങളെ വിജയത്തിനെക്കുറിച്ചുള്ള സൈക്കോളജിക്കൽ സ്കില്ലിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. ചിന്തയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കായിക താരങ്ങൾ 90% അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അവർക്ക് കുറേ സ്കില്ലുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ വിജയിക്കും എന്നുള്ളൊരു വിചാര കായിക താരങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിലുപരി നമ്മുടെ ചിന്തകളെയും കൂടെ ഒരു അതും ഡെവലപ്പ് ചെയ്ത് വന്നാൽ കായിക താരങ്ങൾക്ക് ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നാഷണൽ ഗെയിംസിലൊക്കെ കേരളത്തിൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ 2ൽ നിന്ന് 16ലേക്കൊക്കെ പോവുകയാണ്. അപ്പം കായിക താരങ്ങളുടെ പരിശീലനത്തിലും ചിന്താരീതിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ദേശീയ നിലവാരത്തിൽ നിന്ന് കായിക മേഖല, കേരളത്തിൻ്റെ കായിക മേഖല വളരെ പുറകോട്ടേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ദേശീയ മേഖലകളിൽ നമ്മൾ പഴയതുപോലെ ശോഭിക്കണമെങ്കിൽ കായിക താരങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ ചിന്തയിൽ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചെറിയ പരാജയങ്ങളിലൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ നിന്ന് വിട പറഞ്ഞു പോകാതെ വലിയ മേഖലയിലേക്ക്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള ഒരു കോഗ്നിഷൻ, ഒരു ചിന്ത കായിക താരങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മളിപ്പോൾ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കായിക മേഖലയിൽ ഞാൻ എത്രത്തോളം ആയി എന്നുള്ളൊരു ചിന്ത, ആ ചിന്ത എന്നിലുണ്ടാവണം. എന്നാലേ എന്നിൽ പോസിറ്റീവായിട്ടൊരു വികാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇനി എന്തൊക്കെ മെച്ചപ്പെടുത്തണം, എൻ്റെ എന്തൊക്കെ കമ്പോണൻറ്റുകൾ മെച്ചപ്പെടുത്തണം എന്ന് നമുക്കൊരു ചിന്തയുണ്ടാകണം. അപ്പോൾ ആ വീക്കായി നിൽക്കുന്ന കമ്പോണൻറ്റുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനെ പോസിറ്റീവിലേക്ക് ആ കമ്പോണൻറ്റ് കൂടെ പോസിറ്റീവിലേക്ക് അതും ഫുൾഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണ അത്ലറ്റായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച്, എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് എല്ലാ മേഖലകളിലും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കായിക താരങ്ങൾ, ദേശീയ നിലവാരമുള്ള കായിക താരങ്ങൾ മത്സരിക്കപ്പെടുമ്പോൾ അവന് അവിടെ ഭയങ്കരമായ ഫെസിലിറ്റീസ് ഉണ്ട്. എനിക്കിവിടെ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. എൻ്റെ കോച്ചിന് അവൻ്റെ കോച്ചിൻ്റെ അത്രയും പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് നമുക്കത് വ്യക്തതയില്ലാതെ പോകും. നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് വർക്കൗട്ടുകൾ ചെയ്യാൻ കായിക താരങ്ങൾക്ക് മടിയായി വരുന്നതും. ഈ ഫീൽഡ് ഉപയോഗിച്ചിട്ട് നല്ല ടാലൻ്റുള്ള കുട്ടികളാണെങ്കിലും ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ ഈ ഫീൽഡ് ഉപയോഗിച്ച് മറ്റൊരു ഫീൽഡിലേക്കൊക്കെ പോകാൻ ഒരു കാരണം ഇതാണ്. അവർ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്താതെ നമ്മൾ അക്കരപ്പച്ച കാണുന്ന പോലെ അവിടെ ചെന്നാൽ എനിക്ക് രക്ഷപ്പെടൂ എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ, ആ ചിന്തകൾ നല്ലത്, ആ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആ കോച്ചിൻ്റെ കീഴിൽ നിന്നാൽ അല്ലെങ്കിൽ ആ അധ്യാപകനല്ല, എനിക്ക് ആ ഇച്ചിരൂടെ മെച്ചപ്പെട്ട ആളെ വേണം. പക്ഷേ അത് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമോ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ആ ഓപ്പർച്യൂണിറ്റി വരെ നമ്മളത് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതിനുള്ള, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് പോരാ, അത് ഇച്ചിരൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ എൻ്റെ അവസ്ഥയെക്കുറിച്ച്, എൻ്റെ നിലവിലെ കപ്പാസിറ്റിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മെച്ചപ്പെടണമെങ്കിൽ അവനോ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുറവുകൾ കണ്ടുപിടിക്കാതെ അത് പോസിറ്റീവായ രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് അവിടെ വിജയിപ്പിക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്ക് മറ്റ് അത്ലറ്റുകളുടെ ഒപ്പം ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അവസ്ഥയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ പരിശീലകനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത് മെച്ചപ്പെട്ട പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആ അവസ്ഥയെ പൂർണ്ണമായിട്ട് നമ്മൾ യോജിക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവുകളെല്ലാം നമുക്ക് പോസിറ്റീവുകളാക്കി മാറ്റുവാൻ സാധിക്കും. അതാണ് മൈൻഡ്ഫുൾനെസ് എന്നൊരു സ്കില്ല് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും, നമ്മുടെ പരിശീലകരിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകും, നമ്മുടെ അധ്യാപകരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബലഹീനതയെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയും നമ്മുടെ കുറവുള്ള സ്കില്ലുകളെ പൂർണ്ണമായിട്ടും നമ്മൾ വർക്കൗട്ട് ചെയ്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കായിക താരങ്ങൾ ചെറിയ വീഴ്ചയിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോകാതെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇപ്പോഴുള്ള അവസ്ഥയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട കായിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കായിക താരങ്ങളും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എല്ലാ ദേശീയ മത്സരങ്ങളിലെല്ലാം പടിവാതിക്കലാണ് കായിക കേരളം നിൽക്കുക, നമ്മൾ ഓരോരുത്തരും നിൽക്കുക. അപ്പോൾ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ദേശീയ മത്സരങ്ങളിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കായിക താരം ചിന്തയിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.